നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം ഏറെ പ്രതീക്ഷിച്ചിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇക്കുറി മന്ത്രിയാകുമെന്ന്. എന്നാൽ ഏതൊരു മന്ത്രിയേക്കാൾ തലപ്പൊക്കം ഇന്നലെ ചാണ്ടി ഉമ്മനെ നമ്മൾ കണ്ടു. UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുന്നത് കാണാൻ ചാണ്ടി ഉമ്മൻ എത്തിയത് ലൂസിഫർ സ്റ്റൈലിൽ. നാട്ടിൽ നിന്നെത്തിയ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ജഗതിയിലെ വീട്ടിൽ നിന്ന് ചാണ്ടി ഉമ്മൻ നടന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക്. അണികൾക്കൊപ്പം മാസായി നടന്നു വരുന്ന ചാണ്ടി ഉമ്മൻ്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ലൂസിഫർ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെ ചിലർ ഓർമ്മപ്പെടുത്തുന്നു. അണികൾക്കൊപ്പം മാസായി നടന്നു വരുന്ന ചാണ്ടി ഉമ്മൻ പലതും പറയാതെ പറയുന്നു. ചാണ്ടി ഉമ്മന് സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുണ്ട്. പുതുപ്പള്ളിയിൽ ഇക്കുറി നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ ഏറെ വേറിട്ടത്. വ്യത്യസ്തനാണ് ചാണ്ടി ഉമ്മൻ. ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ നമ്മളത് കണ്ടു. രാവിലെ ഒരു സൈക്കിളുമായി അങ്ങിറങ്ങും, വീട് കയറി വോട്ട് ചോദിക്കും. മണ്ഡലത്തിൽ ഒരൊറ്റ ഫ്ലെക്സോ പോസ്റ്ററോ ഇല്ല. കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രചരണമാണ് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. ഒടുവിൽ ആ സൈക്കിളുമായി ചാണ്ടി ഉമ്മൻ നിയമസഭയിലേക്ക് കയറിപ്പോകുമ്പോൾ പുതുപ്പള്ളി നൽകിയത് റെക്കോർഡ് ഭൂരിപക്ഷം. 52,907 വോട്ടിലാണ് പുതുപ്പള്ളിയിൽ ഇക്കുറി ചാണ്ടി ഉമ്മൻ ജയിച്ചത്. പ്രചാരണത്തിൽ പണക്കൊഴുപ്പ് കുറച്ചത് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാനാണ് എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. പല മണ്ഡലങ്ങളിലും കോടികളാണ് സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന് വേണ്ടി ചെലവിട്ടത്. പുതുപ്പള്ളി മണ്ഡലത്തിലെത്തിയ രാഹുൽ ഗാന്ധിക്കും ചാണ്ടി ഉമ്മൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി ഏറെ ഇഷ്ടപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്ക് 40 ലക്ഷം രൂപ പ്രചരണത്തിന് ഉപയോഗിക്കാം. എന്നാൽ ചാണ്ടി ഉമ്മൻ 40 ലക്ഷം പോയിട്ട് അതിൻ്റെ പകുതി പോലും അവിടെ ഉപയോഗപ്പെടുത്തിയില്ല. അരനൂറ്റാണ്ടുകാലം ഉമ്മൻചാണ്ടിയെ നിയമസഭയിലേക്ക് അയച്ചൊരു മണ്ഡലം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിന്ന ഒരു നിയമസഭാ മത്സരം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യാവസാനം ചാണ്ടി ഉമ്മനും മറിയ ഉമ്മനുമൊക്കെ മണ്ഡലങ്ങൾ നിറഞ്ഞു നിന്നു. സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളിയിൽ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ചാണ്ടി ഉമ്മൻ പ്രചരണത്തിനെത്തി. ചാണ്ടി ഉമ്മൻ വീണ്ടും ഉമ്മൻചാണ്ടിയുടെ ഒരു കാലം ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഉമ്മൻചാണ്ടിയെ അത്രയേറെ ജനം ഇഷ്ടപ്പെട്ടിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ ഇക്കുറി മന്ത്രിയാക്കും എന്ന പ്രതീക്ഷ പൊതുവെ കേരളത്തിന് ശക്തവും. ഒടുവിൽ മന്ത്രിസഭാ പട്ടികയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ തഴയപ്പെട്ടു. അതിനു പിന്നിൽ ചില കണക്ക് തീർക്കലുകളുണ്ട് എന്ന് ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നു. 2011-16 കാലഘട്ടത്തിൽ അന്ന് ഉമ്മൻചാണ്ടി VD സതീശനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ആ പഴയ പക സതീശനങ്ങ് തീർത്തു എന്നാണ് ഒരു കൂട്ടർ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത്. അനിഷ്ടമൊന്നും മുഖത്ത് പ്രകടിപ്പിച്ചില്ല ചാണ്ടി ഉമ്മൻ. പക്ഷേ നിശ്ചയദാർഢ്യത്തോടെ മറ്റൊരു തുടക്കമിടുകയാണ് ചാണ്ടി ഉമ്മൻ. കേരളത്തിൽ ഇനി താൻ ശക്തമായ പ്രവർത്തനങ്ങളുമായി ഇറങ്ങും എന്ന സൂചന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. ഒരുപക്ഷെ പഴയ ഗ്രൂപ്പിനെ വീണ്ടും സജീവമാക്കാനാവും ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നു. ഉമ്മൻചാണ്ടി വികാരം പേറുന്നവർ ഏറെയുണ്ട് കേരളത്തിൽ. അവരെ ഒരുമിച്ച് ചേർത്ത് വീണ്ടും ആ ഉമ്മൻചാണ്ടി യുഗത്തിലേക്ക് കേരളത്തെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചാണ്ടി ഉമ്മൻ്റെ ലക്ഷ്യം. അതെ, കേരളം ഭയക്കുന്ന തലത്തിൽ ഒരു നേതൃനിരയിലേക്ക് ചാണ്ടി ഉമ്മൻ കൊടുങ്കാറ്റായി വളരുന്ന കാഴ്ച. സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കുള്ള യാത്രാമധ്യേ എന്തുകൊണ്ടാണ് നടന്നു പോകുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ ചാണ്ടി ഉമ്മനോട് ചോദിച്ചപ്പോൾ ഇതാ മാസ് മറുപടി. എൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന സത്യപ്രതിജ്ഞയാണിന്ന്. 15 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. എൻ്റെ നാട്ടിലെ ജനങ്ങൾ എല്ലാം ഇവിടേക്കെത്തി. അവരെയെല്ലാം കൂട്ടി ഒരുമിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈ നടത്തം. അവസാന നിമിഷം വരെ ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നായിരുന്നു വാർത്തകൾ. ഒടുവിൽ അവസരം അദ്ദേഹത്തിന് നഷ്ടമായി. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അണികളെയും ജനങ്ങളെയും നെഞ്ചോട് ചേർത്തുള്ള ഈ ലൂസിഫർ സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ വ്യത്യസ്തനാണ്. പ്രത്യേകിച്ച് ഗ്രൂപ്പുകളിലൊന്നും ചാണ്ടി ഉമ്മൻ അംഗമല്ല. ആരോടും മമതയില്ല. എങ്കിലും ഇക്കുറി സതീശൻ മുഖ്യമന്ത്രിയായി കാണാൻ ചാണ്ടി ഉമ്മൻ ആഗ്രഹിച്ചു. AICC ഇടപെടലുകളാണ് ചാണ്ടി ഉമ്മൻ്റെ പേര് വെട്ടാനുള്ള കാരണം എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു. KC വേണുഗോപാലിന് ചാണ്ടി ഉമ്മനോട് അത്ര താല്പര്യമില്ല. റോജി M. ജോൺ, OJ ജനീഷ്, KA തുളസി എന്നിവരുടെ കാര്യത്തിൽ ഡൽഹി കട്ടയ്ക്ക് പിടിച്ചു. അതിനു പിന്നിൽ KC വേണുഗോപാലിൻ്റെ കരുനീക്കങ്ങൾ. സണ്ണി ജോസഫിനെ കൂടാതെ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഒരാളെ കൂടി ഉൾപ്പെടുത്താനായിരുന്നു പ്രാഥമിക ധാരണ. റോജിയെ കൂടാതെ ചാണ്ടി ഉമ്മനും മാത്യു കുഴൽനാടനും സജീവ പരിഗണനയിൽ. എന്നാൽ KC വേണുഗോപാലിന് താല്പര്യം റോജി M. ജോണിനെ.
AICCയുടെ ഇടപെടൽ റോജിക്ക് അനുകൂലമായി. നിലവിൽ AICC സെക്രട്ടറിയാണെന്നത് റോജിക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കാൻ ഇടവരുത്തി. റോജി എം ജോണിന് നറുക്ക് വീണതോടെ ചാണ്ടി ഉമ്മന്റെ സാധ്യതകൾ അടഞ്ഞു. ഇന്നലെ ചാണ്ടി ഉമ്മൻ AK ആന്റണിയുടെ വീട്ടിലെത്തി. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മയും ഒന്നിച്ചാണ് ചാണ്ടി ഉമ്മൻ AK ആന്റണിയെ കണ്ടത്. ചാണ്ടി ഉമ്മൻ തുടർന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, ഇന്ന് താൻ അനുഭവിച്ച സ്നേഹം വളരെ വലുതാണ്. ആർക്കും കിട്ടാത്ത ഒരു സ്ഥാനം എനിക്ക് കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ മകൻ എന്ന സ്ഥാനമാണത്. ജനം വെറുത്തിട്ട് എന്ത് സ്ഥാനം കിട്ടിയിട്ട് എന്ത് കാര്യമെന്ന പിതാവിൻ്റെ വാക്കുകൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. എന്നാൽ മറ്റൊരു കാര്യം ഇന്നലെ ചാണ്ടി ഉമ്മൻ പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപിപ്പിക്കും. അതിനാണ് മുഖ്യ പരിഗണനയെന്നാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ചാണ്ടി ഉമ്മൻ്റെ ഉള്ളിലിരിപ്പ് വ്യക്തം. കേരളത്തിൽ പഴയ A ഗ്രൂപ്പിനെ പൊടിതട്ടിയെടുക്കുക. ചാണ്ടി ഉമ്മനെ എന്തുകൊണ്ട് മന്ത്രിയാക്കിയില്ല എന്ന് പൊതുജനങ്ങൾ ചോദിക്കുന്നുവെന്നാണ് മലങ്കര സഭ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ചാണ്ടി ഉമ്മനെ സഭാംഗമായി മാത്രം കാണേണ്ടതില്ല. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മകനാണ്. വ്യത്യസ്തമായ ശൈലിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി വൻ ഭൂരിപക്ഷം നേടിയെടുത്ത യുവ നേതാവ്. അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യമൊക്കെ ചാണ്ടി ഉമ്മൻ ഭംഗിയായി നിർവഹിച്ചു. മന്ത്രിയാക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്നറിയില്ല എന്നാണ് മലങ്കര മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യൂഹന്നാൻ മാർ തിയസ്കോറോസ് മെത്രോപ്പൊലിത്ത പറയുന്നത്. നേതൃസ്ഥാനത്തേക്ക് വരുന്നവരുടെ യോഗ്യത പാർട്ടി പരിശോധിക്കണമെന്നും മലങ്കര സഭ പറഞ്ഞു. പുതുതായി അധികാരമേറ്റെടുത്ത സംസ്ഥാന സർക്കാരിൽ കൊടുമുടിയേക്കാൾ ഉയരത്തിലുള്ള പ്രതീക്ഷയും പ്രത്യാശയുമാണ് ജനങ്ങൾ വെച്ചു പുലർത്തുന്നത്. മലങ്കര സഭാംഗങ്ങൾ ഈ മന്ത്രിസഭയിലില്ല എന്നു സഭ പറയുന്നു. ചുരുക്കത്തിൽ ചാണ്ടി ഉമ്മൻ്റെ ഓരോ നീക്കവും കൗതുകമുണർത്തുന്നത്. അദ്ദേഹത്തിലെ നേതൃവാസനയെ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. പ്രചരണ രീതിയിലെ വ്യത്യസ്തത മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നിപ്പിലും നടപ്പിലും പ്രസംഗങ്ങളിലുമൊക്കെ ഏറെ പ്രത്യേകതകളുണ്ട്. മുൻപ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ വീടുകൾ തോറും കയറുന്ന ചാണ്ടി ഉമ്മനെ നമ്മൾ കണ്ടു. പലപ്പോഴും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ കണ്ടുപിടിക്കേണ്ട മാതൃകയായി ചാണ്ടി ഉമ്മൻ ഉയരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മന്ത്രിസ്ഥാനത്തേക്കാൾ വലുതാണ് അദ്ദേഹത്തിന് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള സ്ഥാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.